ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഭാരതത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് 2025ഓളം വർഷത്തിന്റെ പഴക്കമുണ്ട്. വിവിധ സഭകളുടെ പാശ്ചാത്യ മിഷണറിമാരും നാട്ടു മിഷണറിമാരും ചേർന്ന് ഭാരതത്തിന്റെ രാഷ്ട്ര സമൂഹ നിർമ്മിതിയിൽ നൽകിയിട്ടുള്ളതും തുടർന്നു പോരുന്നതുമായ സംഭാവനകൾ ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. യൂറോപ്യൻ മിഷണറിമാരും ചാവറയച്ചനെ പോലെയുള്ള തദ്ദേശീയ ക്രൈസ്തവ നേതാക്കളും ചേർന്ന് നൽകിയ ആധുനിക കാഴ്ചപ്പാടുകളാണ് കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനത്തിന് അടിത്തറയിട്ടത്. വിദ്യാഭ്യാസം, ആതുര ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന്റെ സവിശേഷ സ്ഥാനത്തിന് കാരണം ഇവിടുത്തെ ക്രൈസ്തവരുടെ സംഭാവനകളാണ് എന്നത് ചരിത്രമാണ്. കാർഷിക മേഖലയിൽ ക്രൈസ്തവർ നടത്തുന്ന കുടിയേറ്റ കൃഷിയും മണ്ണിന്റെ ഫലപ്രദമായ ഉപയോഗ രീതികളും ചേർന്ന് ഭക്ഷ്യമേഖലയിലും കാർഷികോൽപാദന രംഗത്തും വളർച്ച നമുക്ക് കൈവരിക്കാനായി. ഇതൊക്കെ ചരിത്രമാണ്. എന്നാൽ സമീപകാല യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ ഈ സമുദായം നേരിടുന്നു. കാർഷിക മേഖലയിലെ തകർച്ച, വനം വന്യജീവി പരിസ്ഥിതി നിയമങ്ങൾ സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം, വർദ്ധിച്ച തോതിലുള്ള ജനസംഖ്യാ ശോഷണം, സർക്കാർ സർവീസിലെ പ്രാതിനിധ്യക്കുറവ്, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിന്നാക്കം പോകൽ, രാഷ്ട്രീയമായ അനാഥത്വം, ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള വിവിധ അധിനിവേശ ശ്രമങ്ങൾ എന്നിവ ഈ സമുദായത്തെ വല്ലാതെ ബാധിക്കുന്നു. ക്രൈസ്തവരുടെ സമുദായ സംഘടനാ പ്രവർത്തനങ്ങളും അവകാശ പോരാട്ടങ്ങളും ഏറ്റവും അനിവാര്യമായി വരുന്ന കാലഘട്ടമാണ് ഇവിടെ നമുക്ക് മുൻപിലുള്ളത്. ക്രൈസ്തവരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ ബോധപൂർവകമായ ശ്രമങ്ങൾ നടത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സമുദായം എന്ന നിലയിൽ ക്രൈസ്തവർക്ക് ഭരണാധികാരികളുടെ മുൻപിൽ സ്വന്തം അവകാശങ്ങൾ എന്താണെന്ന് പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ സമുദായ സംഗമ വേദിയിൽ ഉറച്ച നിലപാടോടെ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രൈസ്തവരെ പൊതുവിൽ ബാധിക്കുന്ന 19 അവകാശങ്ങളുടെ പത്രിക ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 1. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം പ്രസിദ്ധീകരിച്ച് സഭകളുടെ നേതാക്കളുമായി ചർച്ച നടത്തി ശുപാർശകൾ നടപ്പിലാക്കുക. 2. 80:20 അനുപാതത്തിലുള്ള സ്കോളർഷിപ്പ് വിതരണത്തിനെതിരെ ഹൈക്കോടതി പുറപ്പെടുവിച്ച നീതിപൂർവകമായ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപ്പീൽ പിൻവലിക്കുക. 3. ദേശീയ തലത്തിൽ ക്രൈസ്തവരെ സൂക്ഷ്മ ന്യൂനപക്ഷം അഥവാ മൈക്രോ മൈനോറിറ്റി ആയി പ്രഖ്യാപിച്ച് പ്രത്യേക ഭരണഘടനാ സംരക്ഷണം ഉറപ്പു നൽകുക. 4. പരിവർത്തിത ക്രൈസ്തവർക്ക് അവകാശപ്പെട്ട സംവരണ തത്വങ്ങൾ നിഹനിക്കാതിരിക്കുക. 5. EW സംവരണത്തിലെ മാനദണ്ഡങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുകയും അർഹമായ EW സർട്ടിഫിക്കറ്റുകൾ നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. 6. അനധികൃത മതസംവരണം അവസാനിപ്പിക്കുക. പിന്നാക്ക വിഭാഗ സംവരണത്തിൽ അംഗസംഖ്യയിൽ കുറവ് സംഭവിച്ച സമുദായങ്ങളോടുള്ള അനീതി അവസാനിപ്പിക്കുക. 7. പരിസ്ഥിതി നിയമങ്ങളുടെ മറവിൽ അപ്രഖ്യാപിത കുടിയിറക്ക് നീക്കങ്ങൾ അവസാനിപ്പിച്ച് ESA, ESL, EFL ബഫർ സോൺ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടെത്തുക. 8. വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ മറവിൽ കാടൻ നിയമങ്ങളും നിയന്ത്രണങ്ങളും ജനവാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. 9. പട്ടയമടക്കം മതിയായ രേഖകളുള്ള റവന്യൂ ഭൂമി സുപ്രീം കോടതി വിധി പോലും മറികടന്ന് പിടിച്ചെടുക്കാൻ വനം വകുപ്പിന് അധികാരം നൽകുന്ന 2023 ജൂലൈയിൽ പാസാക്കിയ ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് ഭേദഗതി നിയമം സർക്കാർ അടിയന്തരമായി പിൻവലിക്കുക. 10. വന്യജീവി സംരക്ഷണം സംബന്ധിച്ച അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട്
വന്യജീവികളെ വനത്തിൽ മാത്രം സംരക്ഷിക്കുക. എണ്ണത്തിൽ പെരുകുന്ന വന്യമൃഗങ്ങളെ നിയന്ത്രിത തോതിൽ വേട്ടയാടുന്നതും കടുവ, ആന പോലെയുള്ള വലിയ മൃഗങ്ങളെ ശാസ്ത്രീയമായി പുനരധിവസിപ്പിക്കുന്നതും സാധ്യമാകുന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന വനം വന്യജീവി നിയമങ്ങൾ ഭേദഗതി ചെയ്യുക. 11. സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തി കാർഷിക മേഖലയെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറ്റുക. 12. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയിൽ നിന്നും കർഷകരെ പരിരക്ഷിക്കുന്നതിന് വില സംരക്ഷണ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുക. 13. മലയോര മേഖലയിൽ നിന്നും ടൂറിസത്തിന്റെ മറവിൽ കർഷകരെ കുടിയൊഴിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അവസാനിപ്പിക്കുക. 14. പാഠപുസ്തകങ്ങളിൽ ചേർത്തിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധമായ ചരിത്ര അപനിർമ്മിതികൾ പിൻവലിക്കുക. 15. ഭാരതത്തിനും കേരളത്തിനും ക്രൈസ്തവ സമൂഹം നൽകിയ വിലപ്പെട്ട സംഭാവനകളെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുക. 16. ക്രൈസ്തവരുടെ സാംസ്കാരിക പൈതൃകവും ചരിത്രവും കോർത്തിണക്കിക്കൊണ്ടുള്ള ടൂറിസം ഹെറിറ്റേജ് പ്രൊജക്ടുകൾ സർക്കാർ നടപ്പിലാക്കുക. 17. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പദവിയുള്ള എയ്ഡഡ് കോളേജുകളിൽ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കേണ്ട 20% കമ്മ്യൂണിറ്റി കോട്ട പുനഃസ്ഥാപിക്കുക. 18. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിനും പരിപോഷണത്തിനുമായി സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നത് പോലെയുള്ള ഗ്രാന്റുകൾ ഏർപ്പെടുത്തുക. 19. ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ അധ്യാപക നിയമന അംഗീകാരം വൈകിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. ഭിന്നശേഷി സംവരണ പ്രകാരമുള്ള പോസ്റ്റുകളിലെ മാനേജ്മെന്റിനുള്ള നിയമന അധികാരം സർക്കാർ കൈയേറിയത് പിൻവലിക്കുക. ഈ അവകാശ പ്രഖ്യാപന പത്രിക സഭാ നേതൃത്വത്തിന്റെയും സമുദായ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ പ്രസിഡന്റും സമുദായ നേതാവുമായ പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടെ സമർപ്പിക്കുന്നു. ഈ സമുദായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ. ജയ് കത്തോലിക്ക കോൺഗ്രസ്.